ശ്രീ ആർ വി ബാബു, വൈകി വന്ന വിവേകമാണോ സഖാവ് ഹരീന്ദ്രൻ്റേത്? യാദൃച്ഛികമായിട്ടുള്ള പരാമർശമല്ല. സഖാവ് പറഞ്ഞതുപോലെ പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയും പീഡിപ്പിച്ചെന്ന് ആരോപിക്കപ്പെട്ടയാൾ ഹിന്ദുവുമായതുകൊണ്ടല്ലേ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ഇതൊരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്, അതും ഒരു വർഗീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നത്? ഹരീന്ദ്രൻ പറഞ്ഞത് പൂർണ്ണമായും സത്യം തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ പോക്സോ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ ബഹുഭൂരിപക്ഷവും വരുന്ന കേസുകളൊക്കെ മിക്കവാറും മദ്രസകളുമായി ബന്ധപ്പെട്ട കേസുകളാണ്. മദ്രസയിലെ ഉസ്താദുമാർ മദ്രസയിലെ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസുകളുടെ വാർത്തകളാണ് നിത്യേനയെന്നോണം മിക്കവാറും നമ്മൾ പത്രങ്ങളിലൂടെ വായിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ ചില വിവരങ്ങൾ എനിക്ക് കണ്ണൂർ ഭാഗത്തു നിന്ന് ചില പ്രവർത്തകർ വിളിച്ചു പറയുകയുണ്ടായി. അവർ പറഞ്ഞത് കണ്ണവം പോലീസ് സ്റ്റേഷൻ്റെ പരിധിക്കകത്ത് മാനാത്തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു മസ്ജിദിൽ അതിനോട് ചേർന്നുള്ള മദ്രസയിൽ 21 കേസുകളാണ് രണ്ട് ഉസ്താദുമാർക്ക് അവരുടെ പേരടക്കം എൻ്റെ കയ്യിലുണ്ട്, ഉസ്താദുമാർക്കെതിരെ ഉണ്ടായത്. ആ 21 കേസുകളും ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തു എന്നാണ്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തു. ഇങ്ങനെ കേരളത്തിലെമ്പാടും മദ്രസകൾ കേന്ദ്രീകരിച്ചുള്ള ഉസ്താദുമാർ പ്രതികളാക്കപ്പെടുന്ന കേസുകളിൽ മുസ്ലിം സമുദായം അത് സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന കേസാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഇരകളാക്കപ്പെടുന്ന കുടുംബത്തെ സ്വാധീനിച്ച് അവരെ ബലം പ്രയോഗിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇതൊരു സെറ്റിൽമെൻറ്റിലേക്ക് കൊണ്ടുപോകും. അത് തന്നെയാണ് ഇന്നലെ ഇപ്പോൾ ഷുക്കൂർ വക്കീൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി. ഈ തരത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു കേസാണ്. ഒരു പാരൻ്റ്, ഒരു രക്ഷകർത്താവ് കൊടുത്ത ഒരു പരാതി, ആ പരാതി തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടിരിക്കുന്നത്. പള്ളി കമ്മിറ്റിക്കാർ, ജമാഅത്ത് കമ്മിറ്റിക്കാർ ഈ ഇരയുടെ കുടുംബത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതും സമ്മർദ്ദത്തിലാക്കിയതിനെയും ഒക്കെ സംബന്ധിച്ചിട്ടാണ് ആ കേസ് ശിക്ഷിച്ചു. അവർ വഴങ്ങിയില്ല, ആ കേസ് ശിക്ഷിച്ചു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കേരളത്തിലെമ്പാടുമുണ്ട്. അപ്പോൾ ഇവിടെ SDPI എന്തുകൊണ്ടാണ് വ്യാജ തെളിവുകൾ ഉണ്ടാക്കി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പത്മരാജനെ കേസിൽപ്പെടുത്തി ജയിലിലടക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് എൻ്റെ കാരണം വളരെ വ്യക്തമാണ്. പത്മരാജൻ ഹിന്ദുവാണ്, അതിലുപരി പത്മരാജൻ ഒരു സംഘപരിവാർ പ്രവർത്തകനാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറിച്ച് പത്മരാജൻ്റെ സ്ഥാനത്ത് ഒരു മുഹമ്മദോ യൂസഫോ ഒക്കെ ആയിരുന്നു എങ്കിൽ SDPIക്ക് യാതൊരു തടസ്സം ഉണ്ടാകുമായിരുന്നില്ല, അത് അവർ സെറ്റിൽ ചെയ്ത് പോകുമായിരുന്നു. ആ കാര്യമാണ് ഹരീന്ദ്രൻ പറഞ്ഞത്. അതിൽ യാതൊരു തെറ്റുണ്ട് എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷേ നമ്മളിതിനോടൊപ്പം മനസ്സിലാക്കേണ്ടത് CPM ഈ കേസിൽ പത്മനാഭനോടൊപ്പമാണോ എന്ന് ചോദിച്ചല്ല. CPMൻ്റെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായിട്ട് ഈ കേസിൽ, അതായത് സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് കേരള പോലീസിൽ. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ലോക്കൽ പോലീസ് അന്വേഷിച്ചപ്പോഴും ആയാലും ക്രൈംബ്രാഞ്ചിൻ്റെ നിരവധി സംഘങ്ങൾ അന്വേഷിച്ചിട്ടായാലും, അതും IPS ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും സ്ത്രീകളടക്കമുള്ള അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തിയ സംഭവം എന്താണ്? ഈ പെൺകുട്ടി പറയുന്നതിൽ യാതൊരു സത്യവുമില്ല. ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. സംഭവം നടന്ന ദിവസം ഇപ്പോൾ ജഡ്ജ്മെൻറ്റിൽ തന്നെ പറയുന്ന പോലെ പ്ലേസ് ഓഫ് ഒക്യുറൻസ്, ഡേറ്റ് ഓഫ് ഒക്യുറൻസ്, മാത്രമല്ല ഈ കുട്ടിയെ പല സ്ഥലത്തും കൊണ്ടുപോയി എന്ന് പറയുന്നുണ്ട്. ആ കൊണ്ടുപോയ സ്ഥലങ്ങൾ, അവിടെ ആ സമയത്ത് അധ്യാപകൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഈ കുട്ടി പറയുന്ന മൊഴിയിലെ പൊരുത്തക്കേടുകൾ, ഈ അധ്യാപകനുമായിട്ട് കോറിലേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ളതിൻ്റെ പൊരുത്തക്കേടുകൾ ഒരുപാട്. അപ്പോൾ ഈ ജഡ്ജ്മെന്റ് യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് 40 വർഷക്കാലത്തേക്കാണ് പത്മരാജനെ ശിക്ഷിച്ചിരിക്കുന്നത്? ആ ജഡ്ജ് എന്താണ് അങ്ങനെ ശിക്ഷിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഏകപക്ഷീയമായിട്ട് ഇപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഏകപക്ഷീയമായിട്ട് ഈ പോക്സോ ആക്ടിൽ കുട്ടികൾ പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുക്കുന്നു. പോക്സോ ആക്ടിനെ വൈരാഗ്യം തീർക്കാൻ, വിരോധം തീർക്കാനുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു, അതിന് കുട്ടികളെ തന്നെ അതിന് ടൂളായിട്ട് ഉപയോഗിക്കുന്നു എന്ന നിഗമനം ഈ അടുത്ത കാലത്ത് നവംബർ 5 സുപ്രീം കോടതിയുടെ ഒരു കണ്ടെത്തലുണ്ടായി. ഈ പോക്സോ ആക്ടിന്റെ ദുരുപയോഗത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ വളരെ വ്യാപകമായിട്ട് പറഞ്ഞു. ഈ ദുരുപയോഗത്തെ സംബന്ധിച്ച് ഇന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം സമ്മതിക്കുന്നു. ഇപ്പോൾ റഹീം എന്ന് പറയുന്ന ചെമ്മാടുള്ള റിട്ടയർഡ് DYSP, അദ്ദേഹം ഇന്നലെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ്, ഏറ്റവും ക്രൂരമായ ഉദാഹരണമാണ്, പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്തതിൻ്റെ ഏറ്റവും ക്രൂരമായ ഉദാഹരണമാണ് എന്ന് റഹീമിനെ പോലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം DYSP ആയിരുന്നു,
DCRBയിലെ DSP ആയിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്, കാസർഗോട്ടുകാരനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കേസിനെ നമുക്ക് മൊത്തം എടുത്ത് പരിശോധിച്ചാൽ ഇത് ആസൂത്രിതമായി കെട്ടിച്ചമച്ച കേസാണ് എന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഇപ്പം ഞാൻ പറഞ്ഞത് CPM അപ്പോൾ യഥാർത്ഥത്തിൽ ഹരീന്ദ്രൻ STPIയെ എതിർക്കാൻ വേണ്ടിയിട്ട് STPIയുടെ ഈ കാപട്യം തുറന്നു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പത്മരാജൻ നിരപരാധിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ പത്മരാജനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് CPM ചെയ്തത്. CPM അതിൻ്റെ പ്രത്യുപകാരമായിട്ട് നമുക്കറിയാം DYSP രത്നകുമാറിനെ സ്ഥാനാർത്ഥിത്വം നൽകി ആദരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ CPM സ്ഥാനാർത്ഥിത്വം നൽകി ആദരിക്കുന്നു രത്നകുമാറിന് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം കൊടുത്ത് ഇപ്പോൾ CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ തന്നെ തേടിപ്പിടിച്ച് അന്വേഷണം ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ CPMന്റെ താല്പര്യത്തിനനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കെട്ടിച്ചമച്ച ഈ കേസിന് ഇപ്പോഴത്തെ ഇങ്ങനൊരു വിധി ഉണ്ടായത്. അതിലേറെ അത്ഭുതകരമായിട്ടുള്ള കാര്യം ഒരൊറ്റ ദിവസത്തെ മാത്രം ഹിയറിംഗ് കെട്ടിക്കൊണ്ട് ഈ ജഡ്ജ് വിധി പറഞ്ഞു എന്നുള്ളതാണ്. അതുവരെ ഈ കേസ് ഹിയർ ചെയ്തിട്ടുള്ള ഈ വിചാരണയിൽ ഹാജരായിരുന്ന ജഡ്ജിനെ 2 ദിവസം മുമ്പ് സ്ഥലം മാറ്റി. ഒരൊറ്റ ദിവസം മാത്രമാണ് ഡിഫൻസിന്റെ ഹിയറിംഗ് കേട്ടത്, ഒരൊറ്റ ദിവസം മാത്രം. അതിനുശേഷം ഏകപക്ഷീയമായിട്ടുള്ള ഒരു വിധി പറയുകയാണ്. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ബാക്കിയുള്ള തെളിവുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട്, വസ്തുതാവിരുദ്ധമായ മൊഴികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒക്കെയാണ് ഈ കേസ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത്. ഞാനതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അടുത്ത ഘട്ടത്തിൽ വരാം നമ്പ്യാർ. ഇപ്പം ഇവിടെ ഡിഫൻസ് വക്കീലും കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം കൂടിയും പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമാവുന്ന പാലത്തായി കേസ് എന്ന് പറയുമ്പോൾ പോക്സോ ആക്ട് ദുരുപയോഗം ചെയ്യപ്പെട്ടതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് പത്മരാജൻ മാഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ആസൂത്രിതമായി കെട്ടിച്ചമച്ച കേസാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പൊതുസമൂഹം അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം കേരളത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അടക്കം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. എങ്ങനെയാണ് കുട്ടിയെ ഇതിൻ്റെ ടൂളായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഒരു ആദ്യത്തെ സെഷൻ എങ്ങനെയാണ് കുട്ടിയെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറയും. ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനുണ്ടായിരുന്നു, ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കൊച്ചുകുട്ടിയെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ, അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അവതാരയൊക്കെ എന്നോട് ചോദിക്കുകയാണ്. ഒരു കൊച്ചുകുട്ടി 10 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ, 10 വയസ്സും 6 മാസമാണ് ഈ പറയുന്ന ഇരയുടെ പ്രായം. അപ്പോൾ 10 വയസ്സും 6 മാസവും പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയെ ഇങ്ങനെ രാഷ്ട്രീയ വിരോധം തീർക്കാൻ അങ്ങനെ നിന്നുകൊടുക്കും അല്ലെങ്കിൽ അങ്ങനെ പറയും എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കേസിനോടൊപ്പം തന്നെ മറ്റൊരു കേസ് കൂടി കൊടുത്തിരുന്നു. ഈ കുട്ടിയുടെ അമ്മ നബീസ മറ്റൊരു കേസ് കൂടി കൊടുത്തിരുന്നല്ലോ. പത്മരാജൻ ഈ കുട്ടിയെ കൊണ്ട് പൊയിലൂരുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വച്ച് പീഡിപ്പിച്ചു. ആ കേസ് എന്തായി? ആ കേസിനെ സംബന്ധിച്ച് ഈ പോക്സോ കോടതി എന്ത് പറയുന്നു? ആ കോടതി ആ കേസ് തള്ളിക്കളയാണല്ലോ ചെയ്തേ. ആ കേസിനെ കുറിച്ച് മിണ്ടുന്നില്ലല്ലോ ഇവര്. ആ കേസിനെ കുറിച്ച് ഇവര് മിണ്ടുന്നില്ല. ആ കേസ് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യണ്ടേ, അങ്ങനെയാണെങ്കിൽ അയാളെ ചോദ്യം ചെയ്യണ്ടേ? ആ കേസ് അന്വേഷിച്ചിട്ടാണ് DYSP അബ്ദുൾ റഹീം പറഞ്ഞത് ഇറ്റ് ഈസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ്. പൊളിറ്റിക്കലി മാത്രമല്ല, പൊളിറ്റിക്കലി ആൻഡ് കമ്മ്യൂണലി മോട്ടിവേറ്റഡ്. രാഷ്ട്രീയപരമായിട്ടും വർഗീയപരമായിട്ടും പ്രേരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ കേസാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളി. അപ്പോൾ ആ കുട്ടിയെ ഉപയോഗിച്ചില്ലേ? കുട്ടികളെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും കുട്ടി അങ്ങനെ നിന്നു കൊടുത്തു എന്നുള്ളതല്ലേ എന്റെ അർത്ഥം. അമ്മ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നിരപരാധിയെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് എന്താ ഇവർക്ക് പറയാനുള്ളത്? ഇവരെന്ത് മറുപടി പറയും അതിനെക്കുറിച്ച്? അപ്പോ ഒരു കുട്ടിയെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, കുട്ടികളെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ. കുട്ടികളെ അങ്ങനെ ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 10 വർഷക്കാലം ഇടുക്കിയിലെ ഒരു അധ്യാപകൻ ജയിലിൽ കിടന്നത്. 10 വർഷക്കാലം ആരുത്തരം പറയും അതിന്? ആരുത്തരം പറയും? 10 വർഷക്കാലം പാർട്ടി ഇതേ CPM മെനഞ്ഞെടുത്ത തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ 10 വർഷക്കാലം ഒരു അധ്യാപകനെ ജയിലിലടച്ചു. ഒടുവിൽ ഇപ്പോൾ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. ഇത് വ്യാജ ആരോപണമാണ്, കൃത്രിമമായി ഉണ്ടാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 10 വർഷക്കാലം അധ്യാപകൻ ജയിലിൽ കിടന്നത്. ആ അധ്യാപകനെ പോലെ പത്മരാജനും 40 വർഷം ജയിലിൽ കിടക്കാൻ വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. ആസൂത്രിതമായി SDPIയും ബന്ധ തീവ്രവാദികളും. നമുക്കറിയാം ഈ കേസിലെ എത്ര വൈരാഗ്യം ഈ പത്മരാജനോട് ഉണ്ടായിരുന്നു എന്നുള്ളത്. എത്ര വൈരാഗ്യം! CAA പ്രക്ഷോഭത്തിന്റെ നാൾവഴികൾ ഓർമ്മയുണ്ടാവും അനിൽ നമ്പ്യാർ.
എത്ര വിദ്വേഷാത്മകമായ സമീപനമാണ് സി എ പിന്തുണയ്ക്കുന്നവർക്കെതിരെ, പൗരത്വ നിയമത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കേരളത്തിൽ ഈ ഇടതും വലതും ഉണ്ടാക്കിയ വിദ്വേഷാത്മക രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടുപോയ മുസ്ലിം സമൂഹം എത്ര വിദ്വേഷത്തോടു കൂടിയാണ് ഹിന്ദുക്കളെ കണ്ടിരുന്നത്, എത്ര വിദ്വേഷത്തോടു കൂടിയിട്ടാണ് പൗരത്വ നിയമത്തെ അനുകൂലിച്ചിരുന്നവരെ കണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. അവർക്ക് അവരുടെ ജോലിയിടങ്ങളിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടു. പൗരത്വ നിയമത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ തൊഴിലിടങ്ങളിൽ അവർക്ക് തൊഴിൽ നിഷേധിക്കപ്പെട്ടു. അവർക്ക് പല സ്ഥലങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് സാധനങ്ങൾ കൊടുത്തിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഇന്ന് CPM ഇടം തേടി എത്തിയിട്ടുള്ള ഡോക്ടർ P സരീൻ, അദ്ദേഹം പാലക്കാട് ബോർഡ് വെച്ചു, പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്നവർക്ക് ഞാൻ ചികിത്സ നൽകുന്നതല്ല. അദ്ദേഹം ബോർഡ് വച്ചില്ലേ? ഇന്ന് അദ്ദേഹം CPM അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. വ്യാപകമായി പൗരത്വ നിയമത്തെ അനുകൂലിച്ചവർക്കെതിരെ വലിയ തോതിലുള്ള വേട്ടയാടുകൾ ഉണ്ടായി. പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഹർത്താലുകൾ പ്രഖ്യാപിച്ചു, കടകൾ മുഴുവൻ അടച്ചു. ഇതെല്ലാം അന്നത്തെ കേരളത്തിന്റെ സ്ഥിതിയാണ്. ആ സ്ഥിതി പത്മരാജൻ നേരിട്ടു. പത്മരാജൻ ചെയ്ത തെറ്റെന്തായിരുന്നു? പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നുള്ള ഒറ്റ തെറ്റ് മാത്രമാണ്. ആ തെറ്റിന് അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ രക്ഷകർത്താക്കൾ ഭീഷണി മുഴക്കി. ഈ അധ്യാപകൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. ഈ അധ്യാപകനെ പുറത്താക്കാതെ ഞങ്ങളുടെ കുട്ടികളെ ഇനി സ്കൂളിൽ വിടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി ഈ അധ്യാപകനെ ജയിലിലടക്കണം എന്ന് ചില രക്ഷകർത്താക്കൾ ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ പുറത്തു വന്നു വാർത്തകൾ. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ പച്ചയായ യാഥാർത്ഥ്യമാണ്. CAA നിയമത്തെ, പൗരത്വ നിയമത്തെ അനുകൂലിച്ച ഒരൊറ്റ കാരണം കൊണ്ട് വർഗീയവാദികൾ, മത തീവ്രവാദികൾ കെട്ടിപ്പൊക്കിയെടുത്ത ആ കേസിനെ CPM അനുകൂലിച്ചു. CPM അതിനുവേണ്ടി വ്യാജ തെളിവുണ്ടാക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ച് ആ ഉദ്യോഗസ്ഥന്റെ കെട്ടിച്ചമച്ച കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരൊറ്റ ദിവസം മാത്രം വാദം കെട്ട ജഡ്ജി ഈ പറയുന്ന പത്മരാജന് 40 വർഷം ജയിൽ ശിക്ഷ വിധിച്ചത് എന്നുള്ള ഒരു ദുരവസ്ഥ, ഒരു ദുരന്തം, ഒരു ജുഡീഷ്യൽ മർഡർ ഈ കേസിൽ നടന്നിരിക്കുകയാണ്. നിയമത്തെ കൊല ചെയ്തിരിക്കുന്നു. നീതി ദേവതയുടെ മുഖത്ത് നോക്കി ആ യഥാർത്ഥത്തിൽ നാം ഒക്കെ അന്താളിച്ചു നിൽക്കുകയാണ്. ഇതാണോ വിധി? ഇതാണോ നീതി എന്നുള്ള ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നീതി ദേവതയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അനിൽ നമ്പ്യാർ.